അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന IRB നോട്ടിഫിക്കേഷൻ. ഞാൻ കാത്തിരുന്നില്ലെങ്കിൽ കുറേ ആളുകൾ ഈ മെസ്സേജ് അയക്കുന്നുണ്ട്, IRB എന്നാ വരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല. പോലീസിനേക്കാൾ ചില ആളുകൾക്ക് IRB ആണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പോൾ IRB റെഗുലറിങ്ങിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മിക്ക ആളുകൾക്കും അറിയേണ്ടത് ഇതിന്റെ ഏജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സാധാരണ ജനറൽ വിഭാഗത്തിനാണെങ്കിൽ 26 വയസ്സ് വരെ, OBC ആണെങ്കിൽ 29, SC/ST വിഭാഗങ്ങളാണെങ്കിൽ 31 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പോലീസിന്റെ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ 98-2006 ഇടയിൽ ജനിച്ച ആളുകൾക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏജിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അത്യാവശ്യം വേക്കൻസി ഇത്തവണയും ഭയങ്കര വേക്കൻസി പോലീസ് പോലെ ഉണ്ടാകില്ല, പക്ഷേ അത്യാവശ്യം വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഈക്വൽസിന്റെ IRB റെഗുലറിങ്ങിലേക്കുള്ള സ്പെഷ്യൽ ബാച്ച്, റെഗുലറിങ്ങിലേക്ക് മാത്രമുള്ള ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ ബാച്ചാണ്, ബാച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാം. IRB റെഗുലറിംഗ് ആയാലും കമാൻഡ് ആയാലും നമുക്ക് നല്ല റിസൾട്ടാണ് കഴിഞ്ഞ തവണ, പ്രത്യേകിച്ചും ഫോഴ്സുകളിലെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ റെഗുലറിംഗുമായി ബന്ധപ്പെട്ട പുതിയ ബാച്ചിൽ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ IRB എന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഏജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ആദ്യം എൻട്രൻസ് ആണ് മുൻപൊക്കെ എക്സാമിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഫസ്റ്റിലെ റിട്ടേൺ എക്സാം ആണ് ഉണ്ടാകുന്നത്. പോലീസിന്റെ അതേ സിലബസ് തന്നെയായിരിക്കും IRBക്ക് ഉണ്ടാവുക. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാകും. 100 മാർക്കിന്റെ എക്സാം ആണ് സാധാരണഗതിയിൽ നടക്കാറുള്ളത്. അപ്പോൾ മിനിമം ഒരു കട്ട് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം, കട്ട് ഓഫ് ഇത്തവണയും കഴിഞ്ഞ നാളത്തേക്കാൾ കൂടാൻ സാധ്യതയുണ്ട്. അത് IRB മാത്രമല്ല, മുഴുവൻ ഫോഴ്സിലും ഇത്തവണ, ഫോഴ്സ് മാത്രമല്ല എല്ലാ എക്സാമിനും ഇത്തവണ കട്ട് ഓഫ് കൂടുതലായിരിക്കും. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാമുകളിലും കട്ട് ഓഫ് കൂടുതലായിരിക്കും. എത്രയും പെട്ടെന്ന് ജോലി വാങ്ങാൻ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ഓഫിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. സിലബസിന്റെ കാര്യവും പോലീസിന്റെ സിലബസിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ സിലബസ് തന്നെയായിരിക്കും IRB റെഗുലറിങ്ങിനും വരാൻ പോകുന്നത്. വേക്കൻസി എത്രയാണെന്ന് നിലവിൽ ധാരണയില്ല. വേക്കൻസി കഴിഞ്ഞ തവണത്തെ അത്രയും തന്നെ ഇത്തവണയും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ വേക്കൻസി ഒന്നും ഇത്തവണയും വരാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആദ്യം റിട്ടേൺ എക്സാം ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകും. 3 കിലോമീറ്റർ ആണ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുക. ഈ പറയുന്ന 3 കിലോമീറ്റർ 13 മിനിറ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. റോഡിലായിരിക്കും 3 കിലോമീറ്റർ നിങ്ങൾ ഓടേണ്ടത്. അപ്പോൾ അത്യാവശ്യം എൻട്രൻസ് ഒക്കെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പൊ തന്നെ ഓടി തുടങ്ങാവുന്നതേ ഉള്ളൂ. മിക്കവാറും മെയ് ജൂൺ ആ ഒരു പോലീസിന്റെ എക്സാമുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ആയിരിക്കും മിക്കവാറും ഈ എക്സാമും ഉണ്ടാകാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് യൂണിഫോം പോസ്റ്റുകളെല്ലാം +2 യോഗ്യത വരുമ്പോഴത്തേക്ക് IRB റെഗുലറിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മതി എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കുക. IRB വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ്. ട്രെയിനിങ് കുറച്ച് പാടാണെങ്കിലും അത് കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജോലി ചെയ്യാവുന്നതാണ് IRB. കമാൻഡോയൊക്കെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെങ്കിലും IRB റെഗുലറിങ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു. ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു എക്സാം ആയിരിക്കും, ഈ പറയുന്ന റിട്ടേൺ എക്സാം, 100 മാർക്കിന് റിട്ടേൺ എക്സാം ഉണ്ടാവും. അത് പാസ്സാകുന്ന ആളുകൾ അടുത്ത് ഉണ്ടാകുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. 3 കിലോമീറ്റർ 13 മിനിറ്റിനുള്ളിൽ ഓടി കയറിയാൽ മാത്രം മതി. അതിന് എക്സലൻസ് ഒന്നുമില്ല. പിന്നെ അതിനുശേഷം വരുന്നത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റിന് 8 ഇവന്റുകൾ, പോലീസിന്റെ അതേ പ്രൊസീജിയറുകൾ തന്നെയാണുള്ളത്. 8 ഇവന്റുകളിൽ 5 ഇവന്റുകളാണ് നിങ്ങൾ പാസ്സാവേണ്ടത്. 5 ഇവന്റുകൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാകും. അപ്പോൾ അതാണ് മൂന്നാമത്തെ കടമ്പ. അതിനുശേഷം ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റാണ് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് IRBയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇതിനുശേഷം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പല ആളുകളും നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഉടൻ തന്നെ പഠനം തുടങ്ങുക എന്നുള്ളതാണ്. പഠിക്കുക, നന്നായി പഠിക്കുക. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ വരുന്നതാണ്. നല്ല പോലെ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തവണ ഈ പറയുന്ന IRB അല്ല ഏതൊരു എക്സാമും, ഈവൻ CPO ആണെങ്കിൽ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് ഹൈറ്റ്. IRB റെഗുലറിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 167 സെന്റിമീറ്റർ ആണ് മിനിമം വേണ്ടത്. ജനറൽ വിഭാഗത്തിനാണ് 167 സെന്റിമീറ്റർ വരുന്നത്. SC/ST വിഭാഗത്തിനാണെങ്കിൽ 160 സെന്റിമീറ്റർ മതി. അതുപോലെ തന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് 81 ആണ് പറയുന്നത്. 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. 81, 86 ആണ് അപ്പോൾ അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ SC/STക്ക് ആണെങ്കിൽ 76 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത്. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഹൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏജ് പറഞ്ഞു, റിട്ടേൺ എക്സാമിന്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം എൻട്രൻസിന്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു, പിന്നെ മെഡിക്കൽ ടെസ്റ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ആംഡ് പോലീസിലേക്ക് നിങ്ങൾ എത്തത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ച് കടമ്പകൾ കൂടുതലുണ്ടെങ്കിലും ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക. ഫിസിക്കലൊക്കെ മോശമാണ് എന്ന് തോന്നുന്ന ആളുകൾ ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ആദ്യമേ കയറി ഒരുപാട് ജോലി വർക്കൗട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ ഇപ്പോൾ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് IRBയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, IRBയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് അൺബോക്സ് രേഖപ്പെടുത്തുക. കമാൻഡോയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. കമാൻഡോയിലേക്ക് ഇപ്പോഴൊന്നും ആളെ എടുക്കാൻ സാധ്യതയില്ല, കാരണം വേക്കൻസി വളരെ കുറവാണ്. റെഗുലറിങ്ങിൻ്റെമായി
ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോകൾ എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.